നമസ്കാരം. വ്യക്തി സ്വാതന്ത്ര്യവും മതവിശ്വാസവും നിയമപരമായ ചട്ടക്കൂടുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിരവധി സംഭവങ്ങളാണ് സമീപകാലത്തായി നമ്മുടെ ഇന്ത്യയിൽ വാർത്തകളിൽ നിറയുന്നത്. ഇതിൽ ഏറ്റവും പുതിയതും വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ ഒന്നാണ് ഉത്തർപ്രദേശിലെ ഷാംലിയിൽ നടന്ന ആയുഷ് മാലിക് എന്ന യുവാവിൻ്റെ മതപരിവർത്തനവും അതിനെ തുടർന്നുണ്ടായ പോലീസ് അന്വേഷണം. ഉത്തർപ്രദേശിലെ കർശനമായ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുക്കുകയും വലിയ തോതിലുള്ള സാമൂഹിക ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്ത ഈ സംഭവ വികാസങ്ങളിൽ ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കടുത്ത സമ്മർദ്ദങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ യുവാവ് സ്വന്തം ഇഷ്ടപ്രകാരം സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയതായും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിയാൻ ആഗ്രഹിക്കുന്നതായും വ്യക്തമാക്കി രംഗത്ത് വന്നു. ഉത്തർപ്രദേശിലെ ഷാംലി സ്വദേശിയായ ആയുഷ് മാലിക് ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ ആൻറ്റി കൺവേർഷൻ നിയമപ്രകാരം പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് യുവാവ് ഹൈന്ദവ ധർമ്മത്തിലേക്ക് തിരികെ എത്തിയത്. തൻ്റെ മതപരിവർത്തനം മൂലം മാതാപിതാക്കൾ അനുഭവിച്ച കടുത്ത മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കിയാണ് താൻ പൂർണ്ണ മനസ്സോടെ സ്വന്തം മാതൃമതത്തിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചതെന്ന് ആയുഷ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ ആയുഷ് വീടിനുള്ളിൽ ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജകളും പ്രാർത്ഥനകളും നടത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. താൻ മുൻപ് ഇസ്ലാം മതം സ്വീകരിച്ച് പേര് മാറ്റിയിരുന്നുവെന്നും എന്നാൽ കുടുംബത്തിൻ്റെ അവസ്ഥയും മാതാപിതാക്കളുടെ വേദനയും കണക്കിലെടുത്ത് ഇനി അവരുടെ തണലിലും പരിപാലനത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യുവാവ് ഈ വീഡിയോയിലൂടെ പരസ്യമായി സമ്മതിക്കുന്നു. ആയുഷിൻ്റെ പിതാവായ ദേവരാജും തൻ്റെ മകൻ ഔദ്യോഗികമായി തന്നെ സനാതന ധർമ്മം വീണ്ടും സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ആയുഷിൻ്റെ പിതാവ് തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ഫിസിയോതെറാപ്പിസ്റ്റായ ചാന്ദിനി ഖുറേഷി, ഇവരുടെ പിതാവ് ഇസ്ലാം ഖുറേഷി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നത്. ആയുഷിനെ ആസൂത്രിതമായ ഗൂഢാലോചനയിലൂടെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയതാണ് എന്നും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തങ്ങളുടെ കുടുംബ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നതാണ് പ്രതികളുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ദേവരാജ് പോലീസിന് നൽകിയ പരാതിയിൽ കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. ബിഫാം ബിരുദധാരിയായ ആയുഷ് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പിൽ പിതാവിനെ സഹായിച്ചു വരികയായിരുന്നു. കേസിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2018 കാലിനേറ്റ പരിക്കിന് ഒരു പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്താണ് ആയുഷ് ഫിസിയോതെറാപ്പിസ്റ്റായ ചാന്ദിനി ഖുറേഷിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. ഈ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും തുടർന്ന് ചാന്ദിനിയും കുടുംബവും ആയുഷിനെ ഘട്ടം ഘട്ടമായി സ്വാധീനിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് എഫ്ഐആർ പ്രകാരം 2023 ആയുഷിനെ ദില്ലിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് മുഹമ്മദ് അലി എന്ന പേരിൽ മതം മാറ്റുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ദില്ലിയിൽ വെച്ച് ഇവരുടെ നിക്കാഹ് ചടങ്ങുകൾ നടന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. എങ്കിലും അന്വേഷണത്തിൽ ഔദ്യോഗിക വിവാഹ സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മതം മാറ്റത്തിന് ശേഷം ആയുഷ് താടി വളർത്തുകയും 5 നേരം കൃത്യമായി നിസ്കരിക്കുകയും വസ്ത്രധാരണ രീതികളിൽ പൂർണ്ണമായി മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബം വഞ്ചിതരായെന്ന് മനസ്സിലാക്കി പോലീസിനെ സമീപിച്ചതും ഭാരതീയ ന്യായ സംഹിതയിലെയും ഉത്തർപ്രദേശിലെ പ്രത്യേക മതപരിവർത്തന നിരോധന നിയമത്തിലെയും വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. നിലവിൽ യുവാവ് മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചെത്തുകയും സനാതന ധർമ്മ വിശ്വാസിയായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ പ്രദേശത്തെ തർക്കങ്ങൾക്കും ആശങ്കകൾക്കും വലിയ ശമനമുണ്ടായിട്ടുണ്ട്. രാജ്യവ്യാപകമായി വാർത്താ പ്രാധാന്യം നേടിയ ഈ കേസിൽ യുവാവിൻ്റെ പുനർപരിവർത്തനത്തോടെ അറസ്റ്റിലായ പ്രതികളുടെ കാര്യത്തിലും നിയമപരമായ തുടർ നടപടികളിലും ഇനി എന്ത് മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി വർഷമായ 2047 ലക്ഷ്യമിട്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം മാറ്റിമറിച്ച് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില തീവ്രവാദ സംഘടനകൾ തയ്യാറാക്കിയ രേഖകൾ പുറത്തു വന്നത് സമീപകാലത്ത് രാജ്യത്ത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഏജൻസിയെ NIA അടക്കമുള്ള അന്വേഷണ സംഘടനകൾ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിലും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള ഗ്രൂപ്പുകളുടെ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിലുമാണ് ഇന്ത്യ 2047 എന്ന ദീർഘകാല അജണ്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണങ്ങളും പല വിധത്തിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തന്ത്രജ്ഞരും വിലയിരുത്തുന്നത്. ഇത്തരം ദീർഘകാല അജണ്ടകൾ പ്രഖ്യാപിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സമൂഹത്തിൽ കടുത്ത ധ്രുവീകരണവും അവിശ്വാസവും സൃഷ്ടിക്കുക എന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ കരുത്ത് അവിടുത്തെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും പരസ്പര വിശ്വാസവുമാണ്. ആ വൈവിധ്യത്തെയും സൗഹാർദ്ദത്തെയും തകർക്കുന്ന തരത്തിലുള്ള കടുത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഭീതിയും അകൽച്ചയും ഉണ്ടാകുന്നു. ഈ ധ്രുവീകരണം വഴി തങ്ങളുടെ തീവ്രവാദ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിൽ കൂടുതൽ വേരോട്ടമുണ്ടാകാനും സാധാരണക്കാരായ ആളുകളെ വൈകാരികമായി ചൂഷണം ചെയ്യാനും ഇത്തരം സംഘടനകൾക്ക് സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിനും
തീവ്രവാദവൽക്കരണത്തിനും വേണ്ടിയുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് ഇത്തരം ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. വരും തലമുറയ്ക്കായി ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കാനുണ്ടെന്ന മിഥ്യാധാരണ സൃഷ്ടിച്ചുകൊണ്ട് യുവാക്കളുടെ മതപരമായ വികാരങ്ങളെയും ആവേശത്തെയും ചൂഷണം ചെയ്യാൻ ഈ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. ഇതുവഴി സാധാരണക്കാരായ യുവാക്കളെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കും ജനാധിപത്യ ഭരണകൂടത്തിനെതിരെയുള്ള തിരിച്ചുവിടാനും അവരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എളുപ്പത്തിൽ സാധിക്കും. കൂടാതെ കായിക പരിശീലനങ്ങളിലൂടെയും സമൂഹ സേവനങ്ങളുടെയും മറവിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനവും ശാരീരികക്ഷമത ക്ലാസുകളും നൽകി രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു സമാന്തര ശക്തിയെ അവരെ വളർത്തിയെടുക്കുക എന്നതും ഇത്തരം അജണ്ടകളുടെ ഭാഗമാണ്. രാജ്യത്തിനകത്ത് നിലവിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയും നീതിന്യായ വ്യവസ്ഥകളെയും ആഭ്യന്തരമായി ദുർബലപ്പെടുത്തുക എന്നതും ഇതിന് പിന്നിലെ മറ്റൊരു തന്ത്രമാണ്. ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പകരം സമാന്തരമായ അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക എന്നതാണ് ഇത്തരം ദീർഘകാല പദ്ധതികളുടെ കാതൽ. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തീവ്രവാദ ശൃംഖലകളിൽ നിന്നും വൻതോതിൽ ഫണ്ടിംഗ് കൈപ്പറ്റുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ സുസ്ഥിരത തകർക്കാനുള്ള നിരന്തരമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഭാരതത്തിൻ്റെ പരമാധികാരത്തിനെതിരെ ഉയരുന്ന ഇത്തരം ഭീഷണികളെ രാജ്യം അതീവ ഗൗരവത്തോടെയാണ് നേരിടുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കർശനമായ നിയമങ്ങൾ ഉപയോഗിച്ച് ഇത്തരം തീവ്രവാദ സംഘടനകളെ നിരോധിക്കുകയും അവരുടെ സാമ്പത്തിക ശൃംഖലകൾ മരവിപ്പിക്കുകയും ചെയ്യുന്ന ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നുണ്ട്. കേവലം ഒരു ആഭ്യന്തര സുരക്ഷാ പ്രശ്നമായി കാണാതെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സമാധാനവും തകർക്കാനുള്ള ആസൂത്രിത ശ്രമമായി കണ്ട് കൃത്യമായ അന്വേഷണങ്ങളിലൂടെയും കടുത്ത ശിക്ഷാ നടപടികളിലൂടെയും ഇന്ത്യ ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നത്. മതപരിവർത്തന വിവാദങ്ങളിൽ പെട്ടുപോകുന്ന വ്യക്തികൾ സ്വന്തം കുടുംബങ്ങളിലേക്കും മാതൃമതത്തിലേക്കും മടങ്ങി വരുന്നതും അതിന് ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും നൽകുന്ന പിന്തുണയും സമകാലിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിഷയമാണ്. ഈ പ്രക്രിയയും അതിന് പിന്നിലെ ഭരണഘടനാപരവും സാമൂഹികവുമായ വശങ്ങളെയും വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെയാകും പൊതുസമൂഹം വിലയിരുത്തുക. ഒരു വിഭാഗം ആളുകൾ ഇത്തരം മടങ്ങിവരവുകളെയും അതിന് നേതൃത്വം നൽകുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കളുടെയും നിലപാടുകളെയും അതീവ പ്രത്യാശയോടെയാണ് കാണുന്നത്. നിർബന്ധിതമോ പ്രലോഭനപരമോ ആയ മതപരിവർത്തനങ്ങൾക്ക് ഇരയാകുന്ന യുവാക്കൾക്ക് മാനസികവും നിയമപരവുമായ പിന്തുണ നൽകി അവരെ ചേർത്ത് പിടിക്കേണ്ടത് കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം സംഭവങ്ങളിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയും നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നതിലൂടെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. ഇത് സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം മാതൃമതത്തിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുങ്ങുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനിടയാകും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.